സിദ്ധാർത്ഥിന്റെ മരണത്തിൽ SFIക്ക് പിന്നാലെ കോളേജ് അധികൃതരും പ്രതിക്കൂട്ടിൽ. ഒരിടവേളയ്ക്ക് ശേഷം ഒരു വിഷയത്തിൽ സർക്കാരിനെ ഒരേ സ്വരത്തിൽ വിമർശിച്ച് ഗവർണറും പ്രതിപക്ഷവും. പൂക്കോട് വെറ്ററിനറി വിദ്യാർത്ഥിയുടെ മരണത്തിൽ SFIയെ കടന്നാക്രമിക്കാതെയായിരുന്നു ഗവർണറുടെ പ്രതികരണം. TP കേസ് വരെ ഉദാഹരിച്ച് ക്യാമ്പസ് രാഷ്ട്രീയത്തിനപ്പുറം CPIM പിന്നിൽ നിന്ന് നടത്തുന്ന അക്രമ രാഷ്ട്രീയമായാണ് പൂക്കോട് സംഭവത്തെ ഗവർണർ ചിത്രീകരിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ CPIMനെതിരെ SFIയെ തന്നെ കരുവാക്കിയാണ് ഗവർണറുടെ തിരിച്ചടിക്കൽ തന്ത്രം. സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളെ കണ്ടതിനു ശേഷം ഗവർണർ നടത്തിയ പ്രതികരണം അതിന്റെ തെളിവായി. SFI activists being involved, everybody is, even police is admitting it. The university is also admitting it. So you are saying what is obvious, everybody knows about it. The real problem which I see is the cult of violence. Tragedies do happen, but the manner in which cult of violence is being promoted in this in our state and in a society like this, certain forces are promoting the cult of violence. അലക്സ് മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു വിശദാംശങ്ങളുമായി. അലക്സ്, ഒന്നിലധികം തവണ SFI പ്രവർത്തകരെ ക്രിമിനലുകളെന്ന് വിളിച്ചിരുന്നു ഗവർണർ. ഇന്നിപ്പോൾ അതിനപ്പുറത്തേക്ക് പോലും വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് കയ്യിൽ കിട്ടിയത്. പക്ഷേ അങ്ങനെയല്ല ഗവർണർ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നാണോ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ ക്യാമ്പസിലെ ഒരു വിഷയമെന്നതിനപ്പുറം CPM പിന്നിൽ നിന്ന് നടത്തുന്ന അക്രമ രാഷ്ട്രീയം എന്ന വലിയൊരു വിധാനത്തിലേക്ക് ഗവർണർ ഈ വിഷയത്തെ ഉയർത്തുകയാണോ? വേണു, നിസ്സംശയം പറയാം അതുതന്നെയാണ്. കാരണം നമുക്കറിയാം, ഗവർണറും SFIയുമായുള്ള പോര് അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. ഗവർണർ എവിടെ പോയാലും ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുന്ന നിലപാടിൽ നിന്ന് SFI ഒരു പടി പോലും പിന്നോട്ട് പോയിട്ടില്ല. അവർക്കെതിരെയുള്ള ഗവർണറുടെ പ്രതികരണങ്ങളും അങ്ങനെ തന്നെ തുടരുന്നൊരു ഘട്ടമുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഗവർണർക്ക് ഈ വിഷയം വീണു കിട്ടുന്നത്. പ്രധാനമായി ഈ ദാരുണമായ സംഭവത്തിൻ്റെ പ്രതിപട്ടികയിൽ SFI പ്രവർത്തകർ കൂടെയുണ്ട്, SFI നേതാക്കൾ കൂടെയുണ്ട്. അവർ കൂടി പോലീസിൻ്റെ പിടിയിലാകുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായി ഇന്ന് നെടുമങ്ങാട്ടെ സിദ്ധാർത്ഥിൻ്റെ വീട്ടിലെത്തിയതിനു ശേഷം SFIക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ ഗവർണറുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാകും എന്നാണ് രാഷ്ട്രീയ കേരളം പ്രതീക്ഷിച്ചത്. മാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഗവർണറുടെ പ്രതികരണം മറ്റൊരു തലത്തിലായിരുന്നു. ഈ വിഷയത്തെ ഗവർണർ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം SFI എന്ന വാക്ക് ഒരൊറ്റ പ്രാവശ്യം മാത്രമാണ് ഉപയോഗിച്ചത്. അതിൽ അദ്ദേഹം പറഞ്ഞത് ഈ സംഭവത്തിൽ SFI പ്രവർത്തകരുടെ പങ്ക് അത് പോലീസ് അന്വേഷണത്തിലും യൂണിവേഴ്സിറ്റിയുടെ അന്വേഷണത്തിലും അടക്കം വ്യക്തമാണ് എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾക്ക്, ഇത്തരം ആക്രമങ്ങൾക്ക് ഈ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നത് ആരാണ് എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. രാഷ്ട്രീയ പാർട്ടികൾ, കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്നു, വിദ്യാഭ്യാസ സമ്പന്നർ ഏറെയുള്ള നാടാണ്, സകല സൂചികകളിലും ഒന്നാമത് നിൽക്കുന്ന നാടാണ് കേരളം. ആ കേരളത്തിൽ ഇത്തരം അക്രമങ്ങൾ, രാഷ്ട്രീയ അക്രമങ്ങൾ, അതുപോലെ തന്നെ മറ്റക്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് ആരാണ് എന്ന ചോദ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചു. യുവാക്കളെ കരുവാക്കുന്നു, യുവാക്കളെ ബലിയാടാക്കി ഇത്തരം രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യുന്നതിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ അവരെ ബലിയാടാക്കുന്നു എന്ന് അദ്ദേഹം ആരോപണം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുമാത്രമല്ല, മറ്റു ചില രൂക്ഷമായ പ്രതികരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഈ കമ്മ്യൂണിസം, അതായത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് അക്രമത്തെ പിൻപറ്റി വരുന്ന ഒരു ആശയമാണ്. ലോകത്തെല്ലായിടത്തും അത് തകർന്നു, കേരളത്തിൽ മാത്രമാണ് ദൗർഭാഗ്യവശാൽ അത് ഇപ്പോഴും നിലനിൽക്കുന്നതെന്ന വിമർശനം അദ്ദേഹം നടത്തുന്നുണ്ട്. TP കേസ് ഉദാഹരിച്ച് അദ്ദേഹം പറഞ്ഞത് TP കേസിൽ കൂടെ ഉണ്ടായിരുന്ന ആളെയാണ് അവർ വധിച്ചത്. ആ ശിക്ഷ ഇപ്പോൾ ഹൈക്കോടതി ഉയർത്തുകയാണ് ചെയ്തത്. ശിക്ഷിക്കപ്പെട്ടവരൊക്കെ നേതാക്കളാണ് എന്നുള്ളത്. അതിനപ്പുറം ഈ അക്രമത്തിന് എന്തു തെളിവ് വേണം എന്ന ചോദ്യം അദ്ദേഹം ചോദിക്കുന്നു. കൃത്യമായി തന്നെ CPMനെ ഉന്നം വെച്ചുള്ള ഒരു നീക്കം, ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ അത്തരമൊരു നീക്കം ഗവർണർ ബോധപൂർവം നടത്തി എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ പ്രതികരണത്തിൽ നിന്ന് തെളിയിക്കുന്നത്. അദ്ദേഹം വൈകാരികമായ ഒരു പ്രതികരണം കൂടെ നടത്തി. താൻ അതീവ ദുഃഖിതനാണ്, അതീവ സങ്കടത്തിലാണ് താൻ. അതിൻ്റെ അർത്ഥം ഇത്തരം അക്രമങ്ങൾ, യുവാക്കൾ അവരുടെ ജീവിതം ബലിയാടാക്കുന്നു. ഒരു സേന തന്നെ രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടാക്കി യുവാക്കളെ അവരുടെ രാഷ്ട്രീയ ഇംഗിതത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതിൽ നിന്ന് മാറ്റമുണ്ടാക്കണം. കേരളം
മാറി ചിന്തിക്കണം, പൊതുസമൂഹം മാറി ചിന്തിക്കണം, യുവാക്കളെയും അതുപോലെ വിദ്യാർത്ഥികളെയും ബലിയാടാക്കാതിരിക്കുക, രാഷ്ട്രീയ പാർട്ടികൾ ഇതിൽ പുനർവിചിന്തനം നടത്തണം എന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. വളരെ സുവ്യക്തമാണ് ഗവർണറുടെ ഉദ്ദേശം. ഗവർണർ SFIയെ ഈ വിഷയത്തിൽ കടന്നാക്രമിച്ചില്ല, പകരം SFIക്ക് പിന്നിൽ CPM ആണ് ഈ വിഷയങ്ങൾ, അതായത് SFIയെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് CPM ആണെന്നും അക്രമ രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കുന്നത് CPIM ആണെന്നും അതും TP വധക്കേസുമായി ബന്ധിപ്പിച്ചുകൊണ്ടായിരുന്നു ഗവർണറുടെ ഇന്നത്തെ പ്രതികരണം എന്നുള്ളത്. വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്ന് തന്നെയായിരിക്കും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ പശ്ചാത്തലത്തിൽ ഈ അക്രമ രാഷ്ട്രീയം അത് SFIയുടേതല്ല, പ്രത്യേകിച്ച് CPMന്റെ അക്രമ രാഷ്ട്രീയം ഉയർത്തിക്കാട്ടി തന്നെയായിരിക്കും പൊതുസമൂഹം ചിന്തിക്കേണ്ടത്, പ്രതികരിക്കേണ്ടത് എന്ന സന്ദേശമാണ് അദ്ദേഹം ഈ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാനാകുന്നത്. വേണം അലക്സ് റാം മുഹമ്മദ്, ഒരു ചോദ്യം കൂടി. ഇന്നിപ്പോൾ ഗവർണർ മാത്രമല്ല സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളെ കണ്ടത്, മന്ത്രി GR അനിൽ, അതുപോലെ തന്നെ KC വേണുഗോപാൽ, പിന്നെ VCയും വരികയുണ്ടായി. പ്രധാനമായും ഇവരുടെ പ്രതികരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ചുരുക്കി. ഗവർണറെ കൂടാതെ വീട്ടിലേക്ക് എത്തിയ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്. SFIക്കെതിരെ രൂക്ഷ വിമർശനം അദ്ദേഹം നടത്തി. ഹോസ്റ്റലുകളെ പാർട്ടി ഗ്രാമങ്ങളാക്കി മാറ്റുകയാണ് SFI എന്നാണ് അദ്ദേഹം വിമർശിക്കുന്നത്. SFIക്ക് പിന്നിൽ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെയാണ് ഇത്തരം അക്രമങ്ങൾ അരങ്ങേറുന്നത്. അവരെ SFIയെ സംരക്ഷിക്കുകയാണ് മുഖ്യമന്ത്രിയും പ്രതിപട്ടികയിലാക്കണം എന്നാണ് KC വേണുഗോപാൽ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആരോപണവും അത്തരത്തിൽ രൂക്ഷമായിരുന്നു. ഉത്തരേന്ത്യയിലൊക്കെ കാണുന്നത് പോലെയുള്ള ആൾക്കൂട്ട വിചാരണയെ തുടർന്നുണ്ടായ മരണമാണ്, അതിൽ ഇരയാക്കപ്പെടുകയായിരുന്നു സിദ്ധാർത്ഥും എന്നാണ് KC വേണുഗോപാൽ വിമർശിച്ചത്. അതുപോലെ തന്നെ മന്ത്രി GR അനിൽ ആ വസതിയിലേക്ക് എത്തിയിരുന്നു. മന്ത്രി GR അനിൽ സർക്കാരിൻ്റെ പൂർണ്ണ ഉറപ്പ് അത് കുടുംബത്തിന് നൽകുകയായിരുന്നു. അതൊരു രാഷ്ട്രീയ സംഭവമല്ല, മറിച്ച് ആ കോളേജിലെ 2 ബാച്ചുകൾ തമ്മിലുണ്ടായ വിഷയമാണ്. സീനിയർ ജൂനിയർ റാഗിംഗ് ഒരു തരത്തിലും അംഗീകരിക്കാനാവുന്നതല്ല എന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. അതുമാത്രമല്ല, മുഖം നോക്കാതെയുള്ള നടപടി അവർക്ക് ഉറപ്പ് നൽകിയാണ് അദ്ദേഹം മടങ്ങിയതെന്ന് അദ്ദേഹം പുറത്തിറങ്ങിയ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. അതിനെല്ലാം പിന്നാലെയാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ അവിടേക്ക് എത്തുന്നത്. വൈസ് ചാൻസലർക്ക് മുമ്പിൽ പ്രധാനമായി കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യം ഈ ഡീനിനെതിരെ നടപടി വേണം എന്നുള്ളതാണ്. കാരണം 3 ദിവസം ഈ വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ ഇത്തരത്തിൽ ക്രൂരമായി ആക്രമിച്ചിട്ടും തൊട്ടടുത്ത് താമസിക്കുന്ന ഡീൻ ഇതറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ അസ്വാഭാവികതയുണ്ട്. തങ്ങൾക്കത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഡീനിനെതിരെ നടപടി വേണം, വാർഡനെതിരെ നടപടി വേണമെന്ന ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചു. എല്ലാ അർത്ഥത്തിലും തങ്ങൾക്കൊപ്പമുണ്ട്, പൂർണ്ണ ഉറപ്പ്, സർവകലാശാലയുടെ ഭാഗത്തു നിന്നുള്ള ഉറപ്പ് അത് VC നൽകിയാണ് കടന്നുപോയത്. VC പറഞ്ഞത് ഡീനെതിരെ പെട്ടെന്ന് തനിക്കൊരു നടപടി എടുക്കാൻ സാധിക്കില്ല, കാരണം അന്വേഷണ പരിധിയിലുള്ള വിഷയമാണ്. ഡീൻ്റെ പങ്ക് വ്യക്തമാകേണ്ടതുണ്ട്. ആ പങ്ക് വ്യക്തമായതിനു ശേഷം ഡീനാണെങ്കിലോ മറ്റു ഈ വിഷയവുമായി ബന്ധപ്പെട്ട പങ്കുള്ളവരാണെങ്കിലോ കൃത്യമായ നടപടി ഉണ്ടാകും, കർശനമായ നടപടി ഉണ്ടാകുമെന്നാണ് VC പറഞ്ഞത്. തനിക്കുമേൽ സമ്മർദ്ദമുണ്ടോ, അതായത് VCക്ക് മേൽ സമ്മർദ്ദമുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു. അത്തരം രാഷ്ട്രീയ സമ്മർദ്ദങ്ങളൊന്നും തനിക്കുമേലില്ല. മുൻപ് ഇതുപോലത്തെ ആക്രമങ്ങൾ പൂക്കോട് ക്യാമ്പസിലോ പൂക്കോട് സർവകലാശാലയുടെ തന്നെ കീഴിലുള്ള മറ്റ് 7 ക്യാമ്പസുകളിലോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നും വൈസ് ചാൻസലർ പറഞ്ഞു. എന്താണെങ്കിലും അതിൽ തൃപ്തരല്ല കുടുംബം എന്നുള്ളതാണ് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കുടുംബം അത് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു, ഡീനിനെതിരെ നടപടി വേണം, കാരണം ഡീൻ ഈ വിഷയം സമയബന്ധമായി തങ്ങളെ വിളിച്ച് അറിയിച്ചില്ല, തങ്ങളോട് മറച്ചു വെച്ചു തുടങ്ങിയ കാര്യങ്ങൾ ഈ കുടുംബാംഗങ്ങൾ വരുന്നവരോടൊക്കെ പറയുന്നുണ്ട്. അതിൽ വാസ്തവമുണ്ട് താനും. എന്താണെങ്കിലും ഡീനിനെതിരെ നടപടി വേണമെന്ന ആവശ്യം കൃത്യമായി തന്നെ അവർ ഉയർത്തുന്നുണ്ട്. ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് അതാണ്, ഡീനിനെ ഈ വിഷയത്തിൽ പ്രതി ചേർക്കണം എന്നാണ് VD സതീശൻ പറഞ്ഞത്. വേണം അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.